ഫിലിം ഒട്ടിക്കാൻ ഹൈക്കോടതി അനുവാദം തന്നിട്ടുണ്ട്. ഫ്രണ്ട് ഗ്ലാസ്സിൽ 70% വിസിബിലിറ്റിയും സൈഡ് ഗ്ലാസുകൾ 50% വിസിബിലിറ്റിയും മതി എന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. ഫ്രണ്ടിലും ബാക്കിലും 70% പറഞ്ഞു. ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ AI ക്യാമറയ്ക്ക് പോലും കിട്ടൂല. ആ പരിപാടി അവതരിപ്പിക്കുന്നതല്ല. പുറകിൽ നിങ്ങൾ 70% വിസിബിലിറ്റി ഉള്ള ഒട്ടിച്ചോളൂ. ഫ്രണ്ട് ഗ്ലാസ്സിൽ സണ്ണ് കട്ടിയാൻ മേളങ്ങനെ ഒട്ടിക്കാന്നുള്ള താഴോട്ട് ഫിലിം ഒട്ടിക്കാൻ അനുവദിക്കുന്നതല്ല. അയ്യോ, അത്രയ്ക്ക് ഔദാര്യമൊക്കെ തരണോ സാറേ? മേളിലൊരു ശകല സ്ട്രിപ്പ് പോലെ ഒട്ടിക്കാൻ അത് വേണോ? അതിൻ്റെ ആവശ്യമില്ല. അവിടുന്ന് മേളിൽ നിന്ന് വെട്ടടിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് കമ്പനിക്കാരൊരു സാധനം തന്നിട്ടുണ്ട്, ഇങ്ങനെ മടക്കുന്നത്. അത് ഞങ്ങളിങ്ങനെ നൂർത്ത് വെച്ചോളാം. 2000 മുതൽ 10,000 രൂപയുടെ വരെ സ്റ്റിക്കർ ഒട്ടിച്ചവരുണ്ട്. ഇതിൻ്റെ പൈസ ആര് തരും? അല്ലാതെ ഒരു ദിവസം വന്നിട്ട് നിങ്ങളെല്ലാവരും ഒട്ടിച്ചോളാൻ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് എല്ലാവരും പൊളിച്ചോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടുത്തെ ന്യായത്? ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ ഏറ്റവും നല്ല മന്ത്രി ഗണേഷ് കുമാർ, ജനങ്ങളുടെ മനസ്സ് തൊട്ടറിയുന്ന മന്ത്രി ഗണേഷ് കുമാർ. എന്തൊക്കെയായിരുന്നു മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ കൂളിംഗ് ഫിലിം ഒട്ടിച്ചോ? ഒട്ടിച്ചെങ്കിൽ പറിച്ചോ? എന്തൊക്കെയായിരുന്നു അവസാനം പറഞ്ഞത്? അയ്യോ, ജനങ്ങൾക്ക് ചൂടടിക്കുന്നോ? നിങ്ങളൊരു കാര്യം ചെയ്യോ, ഫ്രണ്ടിൽ 70% വിസിബിലിറ്റി, പുറകിൽ 70% വിസിബിലിറ്റി, സൈഡിലോ 50%. അയ്യോ, എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ വെയിലടിച്ച് പോകരുത്, ഒട്ടിച്ചോളോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്നേ പറഞ്ഞതാണ്, സൂക്ഷിച്ചും കണ്ട് ഒട്ടിച്ചോണം. ഇതൊക്കെ എപ്പോൾ വേണേലും വാക്ക് മാറ്റാവുന്ന ടീംസാണ്. പറഞ്ഞ് വാക്ക് പറഞ്ഞ് നാക്ക് വായിലോട്ടെടുത്തില്ല. തേണ്ടാ പ്ലേറ്റ് തിരിച്ചു. അറിഞ്ഞോ? ഒട്ടിച്ചെങ്കിൽ പൊളിച്ചോ, കുത്തിയിരുന്ന് പൊളിച്ചോ. മൊത്തം പൊളിക്കണ്ട. ഇപ്പം തൽക്കാലം ഒരു വശത്തെ കാര്യം പറഞ്ഞുള്ളൂ. നമുക്ക് ആദ്യം പറഞ്ഞ വീഡിയോ കേൾക്കാം. അതിനുശേഷം എനിക്ക് കുറച്ച് വർത്തമാനം പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പം മന്ത്രി പറഞ്ഞ വാക്കും പഴയ ചാക്കും എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഏത് നമ്മുടെ നാട്ടിൽ വാഹനങ്ങളിൽ കൂളിംഗ് ഫിലിം ഒട്ടിക്കാൻ പാടില്ല എന്നൊരു ധാരണയുണ്ടായിരുന്നു. അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ പേരിൽ പലപ്പോഴും ആളുകളെ വഴിയിൽ പിടിച്ചു നിർത്തി ഫിലിം വലിച്ചു കീറുന്ന പോലെയുള്ള രംഗങ്ങളുണ്ടായിരുന്നു. അതൊരു ഇൻസൾട്ടിംഗ് ആയിട്ടുള്ള, അപമാനിക്കപ്പെടുന്ന തരത്തിലുള്ളൊരു ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി കൃത്യമായി നിങ്ങൾ പാലിക്കണം. ഫിലിം ഒട്ടിക്കാൻ ഹൈക്കോടതി അനുവാദം തന്നിട്ടുണ്ട്. ഫ്രണ്ട് ഗ്ലാസ്സിൽ 70% വിസിബിലിറ്റിയും സൈഡ് ഗ്ലാസുകൾ 50% വിസിബിലിറ്റിയും മതി എന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് കൃത്യമായി പാലിക്കണം. അതിൻ്റെ പേരിൽ ഇനി ആളുകളെ ഫിലിം വലിച്ചു കീറുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. മതി. എന്ത് നല്ല മനുഷ്യനല്ലേ. ഇത് കേട്ടിട്ട് എല്ലാവരും പോയി ഒട്ടിച്ച് ഒക്കെ അടിക്കുമായിരുന്നു ഗണേഷ് കുമാറിന്. എല്ലാവരും കൂടെ ഇങ്ങനെയുള്ള മന്ത്രിമാരാണ് ആവശ്യം. ജനങ്ങളുടെ ആവശ്യങ്ങൾ തിരിച്ചറിയുന്ന ഒരു മന്ത്രി. ആഹാ, എൻ്റെ ഗണേഷ് കുമാറേ, എന്ത് നല്ല മനുഷ്യനാ താങ്കൾ. ഇനിയിപ്പോൾ പുതിയ വീഡിയോ കേൾപ്പിക്കാവേ. കേന്ദ്ര നിയമത്തിൽ പറയുന്നത് ഈ ഫിലിം ഒട്ടിക്കാം. അപ്പം അതിൽ പറയുന്നത് ഒരു വാക്കുണ്ട്, അതിനെ മിസ്യൂസ് ചെയ്യാൻ പോവുകയാണ്. ഇടതുവശവും വലതുവശവും ഗ്ലാസുകളിൽ 50% വരെ വിസിബിലിറ്റി മതിയാകും. ഫ്രണ്ടിലും ബാക്കിലും 70%, സൈഡിൽ 50. അങ്ങനെയല്ല എല്ലാവരും ഒട്ടിച്ചിരിക്കുന്നത്. അതിനെങ്ങനെ മിസ്യൂസ് ചെയ്തെന്ന് പറയുന്നത്? ഇവർ ഒട്ടിക്കാൻ പറഞ്ഞതല്ലേ നമ്മളെല്ലാവരും ഒട്ടിച്ചത്. അത് കഴിഞ്ഞിട്ട് മിസ്യൂസ് ചെയ്തെന്ന് എന്തോന്നടേ ഈ പറയുന്നത്? ഫ്രണ്ടിലും ബാക്കിലും 70% പറഞ്ഞു. ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ AI ക്യാമറയ്ക്ക് പോലും കിട്ടൂല. AI ക്യാമറയ്ക്ക് കിട്ടത്തില്ല പോലും. അതന്നെ, അതൊന്നും ഓർത്തില്ലായിരുന്നോ? ചേടാ, ഇതെന്നാ കളിയാ? ഒട്ടിച്ചോളാൻ പറഞ്ഞു, ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും AI ക്യാമറയ്ക്ക് കിട്ടത്തില്ല, പൊളിച്ചോളാൻ. ഇതെവിടെ തന്നെ ആയോ സാറേ? ആ പരിപാടി അവതരിപ്പിക്കുന്നതല്ല. പുറകിൽ നിങ്ങൾ 70% വിസിബിലിറ്റി ഉള്ള ഒട്ടിച്ചോളൂ. ഫ്രണ്ട് ഗ്ലാസ്സിൽ ആ പരിപാടി അനുവദിക്കത്തില്ലെന്ന്. ഏത് പരിപാടി? ഫ്രണ്ടിൽ ഒട്ടിക്കുന്ന പരിപാടി. ഫ്രണ്ടിൽ ഒട്ടിച്ചോളാൻ ഇവർ തന്നെയല്ലേ അനുവാദം തന്നത്. അനുവാദം തന്നിട്ട് എല്ലാവരും ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ പൊളിച്ചോളാൻ. എന്നാൽ ഒരു കാര്യം സാറേ, നമ്മുടെ ആ നഷ്ടപരിഹാരം ഇങ്ങോട്ട് വന്നേക്ക്. ഫ്രണ്ടിൽ ഒട്ടിച്ചവരുടെ മനസ്സിലായോ? 2000 മുതൽ 10,000 രൂപയുടെ വരെ സ്റ്റിക്കർ ഒട്ടിച്ചവരുണ്ട്. ഇതിൻ്റെ പൈസ ആര് തരും? സാറ് തരുമോ? സാറ് എന്നാൽ ഒരു കാര്യം ഞങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഇട്ടതാ. അങ്ങനെയാണെങ്കിൽ നമ്മളിത് പൊളിച്ചോളാം. അല്ലാതെ ഒരു ദിവസം വന്നിട്ട് നിങ്ങളെല്ലാവരും ഒട്ടിച്ചോളാൻ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് എല്ലാവരും പൊളിച്ചോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടുത്തെ ന്യായത്? നിങ്ങൾക്ക് തോന്നുമ്പോൾ മാറ്റമുള്ളതാണ് ഈ നിയമം. എന്തോന്നാ സാറേ ഇതൊക്കെ? സണ്ണ് കട്ടിയാൻ മേളങ്ങനെ ഒട്ടിക്കാന്നുള്ള താഴോട്ട് ഫിലിം ഒട്ടിക്കാൻ അനുവദിക്കുന്നതല്ല. അയ്യോ, അത്രയ്ക്ക് ഔദാര്യമൊക്കെ തരണോ സാറേ? മേളിലൊരു ശകല സ്ട്രിപ്പ് പോലെ ഒട്ടിക്കാൻ അത് വേണോ? അതിൻ്റെ ആവശ്യമില്ല. അവിടുന്ന് മേളിൽ നിന്ന് വെട്ടടിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് കമ്പനിക്കാരൊരു സാധനം തന്നിട്ടുണ്ട്, ഇങ്ങനെ മടക്കുന്നത്. അത് ഞങ്ങളിങ്ങനെ നൂർത്ത് വെച്ചോളാം. അല്ലാതെ ഫിലിം വേണ്ട, ഞങ്ങളതങ്ങ് നൂർത്ത് വെച്ചോളാം. എന്തിനാ? അത് കഴിയുമ്പോഴത്തേക്കും അതിനും കൂടെ വന്ന് ഫൈൻ അടിക്കാനല്ലേ. ഒരു കാര്യം വാഹന നിർമ്മാതാക്കളോട് അങ്ങോട്ട് പറ, ഇരുമ്പിൻ്റെ വണ്ടിയൊന്നും ഇനി ഇറക്കണ്ട. ഇനി അഥവാ ഇറക്കുന്നുണ്ടെങ്കിൽ ഒരു ഫ്രെയിം മാത്രം ഇരുമ്പ്, ബാക്കി മൊത്തം ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. അല്ല ഗ്ലാസ് കൊണ്ടോ മറ്റോ ഇറക്കാൻ പറ. അതായിരിക്കും ഇതിനേക്കാളും ഭേദം.
സൈഡിൽ നിന്നുള്ള ഫിലിം ഒട്ടിക്കുന്നതിന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ ഉത്തരവിനോട് ഞാൻ യോജിക്കുന്ന ആളാണ്. കാരണം മുലയൂട്ടുന്ന അമ്മമാർ, പ്രായം ചെന്ന അമ്മമാർ, പ്രത്യേകിച്ച് ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് മടങ്ങുന്ന ആളുകൾ, അവർക്കെല്ലാം അസഹനീയമായ ചൂടാണ് സൂര്യപ്രകാശം അടിക്കുമ്പോൾ ഉണ്ടാകുന്നത്. മുല ഒട്ടുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് സൈഡിലും പുറകിലും ഒക്കെ ഒട്ടിച്ചോളാൻ പറഞ്ഞത്. അവർക്കൊരു മറ. ഫ്രണ്ട് ഗ്ലാസ്സിനകത്തൂടെ ആരും കാണത്തില്ല. അതെന്താണെന്നറിയോ? ഫ്രണ്ട് ഗ്ലാസ്സാണ് ആ വാഹനത്തിലെ ഏറ്റവും ചെറിയ ഗ്ലാസ്. ചെറുതല്ലേ, ഇച്ചിരിയല്ലേ ഉള്ളൂ. പിന്നെ പറഞ്ഞത് എന്താണ്? പ്രായം ചെന്ന അമ്മമാർ, പ്രത്യേകിച്ച് ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് മടങ്ങുന്ന ആളുകൾ, അവർക്കെല്ലാം അസഹനീയമായ ചൂടാണ് സൂര്യപ്രകാശം അടിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ക്യാൻസർ രോഗം വന്ന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് മടങ്ങുന്ന രോഗികൾക്ക് അവർക്കൊക്കെ അസഹനീയമായ ചൂടാണ്. അതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ ഫ്രണ്ട് ഗ്ലാസ് ഒട്ടിക്കാൻ പാടില്ല. ഫ്രണ്ട് ഗ്ലാസ്സിൽ കൂടെ അധികം ചൂട് വരില്ല. സൈഡിൽ കൂടെയും പുറകിൽ കൂടെയാണ് ഏറ്റവും കൂടുതൽ ചൂട് വരുന്നത്. എൻ്റെ പൊന്നു സാറേ, വാഹനം ഉപയോഗിക്കാത്തവർക്ക് വരെ അറിയാം ഫ്രണ്ട് ഗ്ലാസ്സാണ് ഏറ്റവും കൂടുതൽ ചായ്വുള്ളതെന്ന്. ഏറ്റവും കൂടുതൽ ചൂട് വരുന്ന സമയം ഏതാ? ഉച്ചയ്ക്ക് സൂര്യൻ എവിടെയാണ്? നിറകന്തല വരുമ്പം ഈ ഗ്ലാസ്, ഫ്രണ്ട് ഗ്ലാസ് ഇത്രയും ചായ്വുള്ളപ്പം കറക്റ്റായിട്ട് ചൂടിറങ്ങുന്നത് ഫ്രണ്ട് ഗ്ലാസ് വഴിയാണ്. സൈഡിൽ കൂടെ അത്രയ്ക്കൊന്നുമില്ല. സൈഡിൽ കൂടെ വരണമെങ്കിൽ സൂര്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ചായണം. ആ സമയമാകുമ്പോൾ ശകലം ചൂടിനൊരു ലേശം ഒരു അയവ് വരും. ഏറ്റവും കൂടുതൽ ചൂട് വരുന്ന സമയത്തും അല്ലാത്തപ്പോഴും എല്ലാ സമയത്തും നല്ലതായിട്ട് ചൂട് കയറുന്ന വശമുണ്ടെങ്കിൽ അത് ഫ്രണ്ട് ഗ്ലാസ്സാണ്. കാരണം അതിൻ്റെ ചായ്വ് അങ്ങനെ ആയതുകൊണ്ട്. അതിനെ തടഞ്ഞുകൊണ്ട് ഒരു 50% ഡാർക്ക് ഗ്ലാസ് കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് പ്രശംസ അർഹിക്കുന്ന തന്നെയാണ്. കോടതിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അനുവദിക്കും. പക്ഷേ നമുക്ക് പെറ്റിയടിക്കാൻ പറ്റുകയില്ലാത്ത എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ അത് മാത്രം അത് അംഗീകരിക്കത്തില്ല. ബാക്കിയെല്ലാം അനുവദിക്കും. അന്നേരം എല്ലാം ബഹുമാനപ്പെട്ട കോടതി. അല്ലാത്തപ്പം ഇപ്പം ഞാൻ പുതിയൊരു ആശയം ഞങ്ങൾ ആലോചിക്കുകയാണ്. ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ട് ഡിസ്കഷൻ നടത്തിയിരിക്കുകയാണ്. അതായത് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയാൽ തന്നെ ആദ്യത്തെ 2 വർഷം പ്രൊബേഷനായിട്ട് പ്രഖ്യാപിക്കണം. സ്റ്റിക്കർ കൊടുക്കും, P1 എന്നൊരു സ്റ്റിക്കർ കൊടുക്കും. അതായത് പ്രൊബേഷൻ ലൈസൻസ് കിട്ടി. ഇപ്പൊ L ബോർഡ് കൊടുക്കില്ലേ നമ്മൾ വണ്ടിക്കകത്ത്, അതുപോലെ P1 എന്ന് കൊടുത്താൽ ഡ്രൈവിംഗ് പഠിച്ചിട്ട് 1-ാം വർഷമായിട്ടുള്ളൂ. 2-ാം വർഷം, ഈ 1-ാം വർഷത്തിനും 2-ാം വർഷത്തിനിടയിൽ 6 ഒഫൻസുകൾ മാർക്ക് ചെയ്താൽ ആ ലൈസൻസ് റദ്ദാക്കും. കാരണം അതിന് യോഗ്യനല്ല വണ്ടി ഓടിക്കാൻ. നല്ല കാര്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ട് പ്രൊബേഷണൽ പീരീഡ് 2 വർഷം, നല്ലതാണ്. പക്ഷേ ലൈസൻസ് എവിടെ? പ്രിൻ്റ് ചെയ്ത് തരൂ. ലൈസൻസ് ആർക്കെങ്കിലുമൊക്കെ കിട്ടിയോ? പാസ്സായ എത്ര പേർക്ക് പെട്ടെന്ന് കിട്ടി എന്നറിഞ്ഞാൽ കൊള്ളാം. എൻ്റെ പൊന്നു സാറിങ്ങനെ സ്റ്റേജിൽ കയറിയിട്ട് ഇതുപോലെ പ്രസംഗിക്കുന്നതൊക്കെ കേൾക്കാനായിട്ട് നല്ല രസമുണ്ട്. പക്ഷേ ഒരു കാര്യം ചെയ്യ്, ഈ വലിയ ലൈസൻസിൻ്റെ കാര്യവും അതും ഇതുമെല്ലാം കിടന്ന് തള്ളുന്നുണ്ടല്ലോ. സാർ എന്നെ കാണുന്നില്ലേ? ഈ ലൈസൻസ് അല്ലെങ്കിൽ ടെസ്റ്റ് പാസ്സായവർക്ക് എത്ര പേർക്ക് ലൈസൻസ് വീട്ടിൽ വന്നു? 5-6 മാസം കഴിഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുക. എൻ്റെ ലൈസൻസ് ഇന്ന് വരും, നാളെ വരും. RC ബുക്കോ റീടെസ്റ്റ് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ 5-6 മാസം കഴിഞ്ഞിട്ട് കണ്ണിലിടുന്ന ചോദിച്ച ആൾക്കാർ കാത്തിരിക്കുക. എൻ്റെ RC ബുക്ക് ഇന്ന് വരും, നാളെ വരുമെന്ന് ഓർത്തുണ്ട്. അതുപോലും പ്രിൻ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിവില്ലാത്ത ആളുകളാണ് ഇങ്ങനെ വന്ന് സ്റ്റേജിൽ വന്നിട്ട് തള്ളല കയ്യടി മേടിക്കാൻ വേണ്ടിയിട്ട്. ഫാൻസുകാർ കയ്യടിക്കുമായിരിക്കും. അത് ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞു എന്നേ ഉള്ളൂ. അതിനകത്ത് നടപ്പിലാക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. കാരണം ചെറിയ കുഞ്ഞുങ്ങളെയാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി വളരെ വേഗത്തിൽ ഓടുന്ന റോഡുകളിൽ കുഞ്ഞുങ്ങളെ ഫ്രണ്ടിലിരുത്തി കൊണ്ടുപോകാൻ പാടില്ല എന്നാണ്. കാരണം നമ്മളെ മടിയിലിരുത്തിയാൽ ഒരു ആക്സിഡൻറ്റ് പറ്റുമ്പോൾ കുഞ്ഞിന് ബെൽറ്റ് ഇല്ലല്ലോ, കുഞ്ഞ് തെറിച്ചു. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ സേഫായിട്ട് പുറയിലെ സീറ്റിനോട് ചേർത്തൊരു ബേബി സീറ്റ് വെച്ചിട്ട് അതിലിരുത്തണമെന്നാണ്. അത് 14 വയസ്സുള്ള കുട്ടികളൊന്നും ഇരുത്താൻ പറ്റില്ല. അത് 14 വയസ്സുള്ള കുട്ടികളെ പുറകിലിരുത്തണമെന്നാണ് എല്ലാ രാജ്യത്തും നിയമമുള്ളത്. കാരണം ഫ്രണ്ടിൽ ഇരുത്താൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു നിയമമുണ്ട്, ഒരു വ്യവസ്ഥയുള്ളത് ട്രാൻസ്പോർട്ട് കമ്മീഷൻ പറഞ്ഞു എന്നുള്ളതല്ലാതെ അത് നടപ്പിലാക്കാൻ സർക്കാർ ആലോചിച്ചിട്ടേ ഇല്ല. കാരണം അതിനുള്ള സീറ്റും കാര്യങ്ങളൊന്നും ഇന്ന് കേരളത്തിൽ അവൈലബിൾ അല്ല. ബേബി സീറ്റിൻ്റെ കാര്യം പറഞ്ഞത്. ബേബി സീറ്റ് നിർബന്ധമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നല്ല കാര്യമാണ് കേട്ടോ. ബേബി സീറ്റ് പുറകിൽ കുട്ടീനെ ഇരുത്തുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ബേബി സീറ്റ് പിടിപ്പിച്ചിട്ട് അവിടെ കുട്ടീനെ ഇരുത്തണോ വേണ്ടയോ എന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ കണ്ട് അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പോൾ ഗണേഷ് കുമാർ പറഞ്ഞു അതൊന്നും ഇപ്പം നിർബന്ധമില്ല. കാരണം ബേബി സീറ്റ് നമ്മുടെ കേരളത്തിൽ അവൈലബിൾ അല്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഒന്ന് അറിയണമല്ലോ. നമ്മൾ ഗൂഗിൾ എടുക്കുന്നു, അതിനകത്ത് ടൈപ്പ് ചെയ്യുന്നു ബേബി സീറ്റ് അല്ലേ, ബേബി സീറ്റ് ഫോർ കാർ ഡീം ഉണ്ടല്ലോ. ഇപ്പോൾ ഞാൻ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അടുത്ത 3-4 ദിവസം കഴിയുമ്പോഴത്തേക്കും സാധനം കിട്ടുമല്ലോ. ഓൺലൈനിലുണ്ടല്ലോ ബേബി സീറ്റ്. ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലേ? ഓൺലൈൻ സൈറ്റുള്ള കാര്യമൊന്നും അറിയത്തില്ലേ? കേരളത്തിൽ അവൈലബിൾ അല്ലെന്ന്. എന്തോന്നാ ഇത്? എന്തോ കുഴപ്പമുണ്ടല്ലോ.